ചാമക്കുടി കൂവാറ്റി ഗവൺമെൻറ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിൻ്റെ 109-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാലയ വാർത്ത വായിക്കുന്നത് രണ്ടാം തരത്തിലെ ആനിയ ബിഡോയി. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം സ്കൂളിൽ സമുചിതമായി ആചരിച്ചു. പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യൻ പതാക ഉയർത്തുകയും അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. കുട്ടികൾ വന്ദേ മാതരവും പതാക ഗാനവും ആലപിച്ചു. സീനിയർ അസിസ്റ്റന്റ് MV കമലാശൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കരുവുള്ളടുക്കം സെന്റ് ജോസഫ് UP സ്കൂളിലും പരിപ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നടന്ന ക്ലസ്റ്റർ പരിശീലനത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരും പങ്കെടുത്തു. ഈ ആഴ്ചയിലെ സ്കൂൾ അസംബ്ലി സംഘടിപ്പിച്ചത് ഒന്നാം തരത്തിലെ കുട്ടികളായിരുന്നു. പ്രഭിജിത്ത് പ്രമോദ് നേതൃത്വം നൽകിയ അസംബ്ലിയിൽ അമേഘ് S ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ് വായിച്ചു. R മലയാളം വായനാ കാർഡും അൻവിത് ബിബിൻ പത്രവാർത്തയും എൽസിയ ബിനോയ് കുട്ടിപ്പാട്ടും അവതരിപ്പിച്ചു. UP വിഭാഗം കുട്ടികൾക്കായി മൈസൂരിലേക്ക് നടത്തുന്ന പഠനയാത്രയുടെ മുന്നോടിയായി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒരു യോഗം പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ നടന്നു. നമ്മുടെ വിദ്യാലയത്തിലെ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി 5, 6, 7 ക്ലാസ്സുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 23 കുട്ടികൾ കാനങ്ങാട് മാതൃഭൂമി പുസ്തകശാല സന്ദർശിച്ചു. സീനിയർ അസിസ്റ്റന്റ് MV കമലാശൻ കുട്ടികളെ അനുഗമിച്ചു. കുട്ടികളുടെ സംശയങ്ങൾക്ക് മാതൃഭൂമി പ്രവർത്തകർ മറുപടി നൽകി. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും സ്വന്തമാക്കിയാണ് കുട്ടികൾ മടങ്ങിയത്. സുഗമ ഹിന്ദി പരീക്ഷയിൽ UP വിഭാഗത്തിലെ 47 കുട്ടികൾ പങ്കെടുത്തു. പിറന്നാൾ ആഘോഷിച്ച 6ാം തരത്തിലെ പാർവണ ശ്രേയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പേനയും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും ഉച്ചഭക്ഷണത്തിന് ചിക്കൻ കറിയും നൽകി. 7ാം തരത്തിലെ ഗോകുൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് പേന നൽകി. പാർവണശ്രേയയ്ക്കും ഗോകുലിനും 3ാം തരത്തിലെ ഋതുവിലും 6ാം തരത്തിലെ തേജലക്ഷ്മിക്കും കൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. കൂടാതെ മുൻ PTA പ്രസിഡന്റ് C മധുവിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ കുട്ടികൾക്ക് പായസം നൽകി. കുടുംബത്തിന് കൂവാറ്റി വോയിസിന്റെ നന്ദി അറിയിക്കുന്നു. C മധുവിന് കൂവാറ്റി വോയിസിന്റെ ആദരാഞ്ജലികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.